गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्मा तस्मै श्रीगुरवे नमः. ഓം ശ്രീ സായിരാം. പ്രശാന്തി നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം. സായി പ്രചോദനങ്ങൾ ജൂൺ 28, 2024. പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തിയുടെ മഹത്വം എന്താണ്? ഭാഗവതത്തിൽ നിന്നുള്ള ഒരു കഥയിലൂടെ ഭഗവാൻ ഇന്ന് വെളിപ്പെടുത്തുന്നു. പ്രേമസ്വരൂപരെ, ഒരിക്കൽ നാരദ മഹർഷി നക്ഷത്രത്തിൻ്റെ ശോഭയോടുകൂടിയ ഒരു സ്ത്രീ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നത് കാണാനിടയായി. ഇത്രയും ആഴത്തിലുള്ള ധ്യാനം താൻ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുപോലും അദ്ദേഹം ചിന്തിച്ചുപോയി. നാരദരുടെ സാന്നിധ്യം അവരെ ധ്യാനത്തിൽ നിന്നും ഉണർത്തി. നാരദർ അവരെക്കുറിച്ച് അന്വേഷിച്ചു. അവർ ബ്രഹ്മവിദ്യ ദേവതയായിരുന്നു, ജ്ഞാനത്തിലൂടെ വെളിപ്പെടുന്ന സത്യത്തിൻ്റെ ദേവത. അതറിഞ്ഞപ്പോൾ നാരദരുടെ ആകാംക്ഷ ഇരട്ടിച്ചു. നാരദർ ചോദിച്ചു, അവിടുന്ന് ധ്യാനിക്കേണ്ട ആവശ്യമെന്താണ്? പരിസരത്തെ പോലും നിശബ്ദതയിലാഴ്ത്തുന്ന ധ്യാനം എന്തിനു വേണ്ടിയാണ്? എന്തിനെയാണ് അവിടുന്ന് ധ്യാനിക്കുന്നത്? അവർ പറഞ്ഞു, കൃഷ്ണന്റെ പാദപത്മങ്ങളെ നിരന്തരം സ്മരിക്കുമ്പോൾ ലഭിക്കുന്ന പരമാനന്ദത്തിനായി ഞാൻ ദാഹിക്കുന്നു. കൃഷ്ണനിൽ ശരണാഗതയായ ഒരു ഗോപികയാക്കി എന്നെ പരിവർത്തനപ്പെടുത്തുന്നതിനായി ആ പാദങ്ങളെ ഞാൻ ധ്യാനിക്കുകയാണ്. അത്രയ്ക്കുണ്ട് ആ ഭക്തിയുടെയും ധ്യാനത്തിൻ്റെയും മാധുര്യം. സത്യസന്ധമായ ഭക്തിയില്ലെങ്കിൽ വിദ്യാഭ്യാസവും സമ്പത്തും ആരാധനയും തപസ്സുമെല്ലാം വിലകെട്ടതായി മാറും. 1968 ജനുവരി 13 ഭഗവാൻ നടത്തിയ ദിവ്യ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം. സായിയോടൊപ്പം, സായിക്കു വേണ്ടി, സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു. ജയ് സായിരാം.